നമുക്ക് സംശയമുള്ള ഒരാളുടെ ഫോണിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് നമ്മുടെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ സെറ്റിംഗ്സ് അങ്ങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഫോണിലോ വെച്ചുകൊണ്ട് അവരുടെ ഫോണിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, എന്തെല്ലാം സംഭവിക്കുന്നു, ആർക്കൊക്കെ മെസ്സേജ് അയക്കുന്നു എന്നെല്ലാം അറിയാൻ പറ്റും. പക്ഷെ ഇത് നമ്മൾ മാത്രമല്ല അറിയുക. നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യുന്നു ഫോണിനകത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകൻ അല്ലെങ്കിൽ കാമുകി എന്ത് ചെയ്യുന്നു ഫോണിനകത്ത് എന്ന് നിങ്ങൾ നോക്കാൻ പോയിട്ടുണ്ടെങ്കിൽ, അവരുടെ ഫോണിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടുപോയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവരുടെ സ്വകാര്യ ദൃശ്യങ്ങൾ, കാര്യങ്ങൾ എല്ലാം നിങ്ങൾ അറിയാതെ മറ്റൊരാളുടെ അടുത്ത് കൂടി എത്തിയിരിക്കുന്നു. ആരാണ്? അത്തരത്തിലുള്ള ആപ്പ് ഡെവലപ്പ് ചെയ്തവര്. ഞാൻ കുറച്ച് ടെക്നോളജി വ്ളോഗേഴ്സിനെ കുറ്റപ്പെടുത്താൻ പോവുകയാണ്. അത് ചിലപ്പോൾ അവർക്ക് വിഷമായി തോന്നിയേക്കാം, ക്ഷമിക്കുക. പക്ഷേ നിങ്ങളിത് അറിഞ്ഞേ പറ്റുള്ളൂ. നിങ്ങളെ കാമുകി എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് അറിയണോ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഫോണിൽ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് അറിയണോ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരുപാട് വീഡിയോസ് കുറച്ചു കാലം മുമ്പ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആയിട്ടുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് ക്ലിപ്പിംഗ്സ് ഞാൻ കാണിക്കാം, നിങ്ങളൊന്ന് കണ്ടിട്ട് വരിക. എത്ര വളരെ സിമ്പിളായിട്ട് നമുക്ക് വാട്സാപ്പ് ചാറ്റ് ആ ഒരു വ്യക്തി അറിയാതെ തന്നെ നമുക്ക് കണ്ടിന്യൂസ്ലി നമുക്ക് ട്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. മറ്റൊരുടെ മൊബൈൽ ഫോണിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മൊബൈൽ ഫോൺ നമുക്ക് ലൈവ് ആയിട്ട് കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ മൊബൈൽ ഫോൺ വെച്ചിട്ട് അവരുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മളെ ഫോണിൽ ഇരുന്നുകൊണ്ട് വീട്ടിലെ ഫോണ് നിയന്ത്രിക്കുകയും ചെയ്യുക, അതിലുള്ള എല്ലാ കാര്യങ്ങളും കാണാം, അറിയാം, കോള് കട്ട് ചെയ്യുക, ഒരുപാട് സംഗതികൾ. അതായത് ഒരു ഫോണിലെ സ്ക്രീനിൽ എന്തൊക്കെ വരുന്നോ അതൊക്കെ മറ്റൊരു ഫോണിൽ അറിയാനുള്ള ഒരു വഴി. കുട്ടികളെ കയ്യിലൊക്കെ ഫോൺ കൊടുക്കുന്നേരം പേരൻസിനെ നിയന്ത്രിക്കാനൊക്കെ വെള്ള ഫോണും കാണാൻ സാധിക്കും, ഒരു കറുത്ത ഫോണും കാണാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, അതായത് ഈ വെള്ള ഫോണിലെ വാട്സാപ്പ് എങ്ങനെയാണ് കറുത്ത ഫോണിൽ കാണുക എന്നുള്ളതാണ്. എങ്കിൽ നമുക്ക് നമ്മുടെ ഭാര്യയുടെ അല്ലെങ്കിൽ മക്കളുടെ വാട്സപ്പ് നമ്മുടെ മൊബൈലിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവർ ആർക്ക് മെസ്സേജ് അയക്കുന്നു, അവർക്ക് ആരും മെസ്സേജ് അയക്കുന്നു, അവർ എന്തെല്ലാമാണ് വാട്സപ്പിൽ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസിയായി കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പൊ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതിനകത്ത് ഏകദേശം ഒരു വീഡിയോയില് ഒരു ആവറേജ് വ്യൂ എന്ന് പറയുന്നത് ഒരു 2 lakh വ്യൂസ് ആണ്. മില്യൺ കണക്കിന് മലയാളികൾ ഇത് കണ്ടിട്ടുണ്ടാവും. ഇത് കണ്ടവരിൽ പലരും ഇത് ട്രൈ ചെയ്തിട്ടും ഉണ്ടാവും. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ? ഇതൊരു APK ഫയൽ, ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് സംശയമുള്ള ഒരാളുടെ ഫോണിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് നമ്മുടെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ സെറ്റിംഗ്സ് അങ്ങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഫോണിലോ വെച്ചുകൊണ്ട് അവരുടെ ഫോണിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, എന്തെല്ലാം സംഭവിക്കുന്നു, ആർക്കൊക്കെ മെസ്സേജ് അയക്കുന്നു എന്നെല്ലാം അറിയാൻ പറ്റും. പക്ഷെ ഇത് നമ്മൾ മാത്രമല്ല അറിയുക, ഈ ആപ്പ് ഡെവലപ്പ് ചെയ്ത ആൾക്കാർക്കും അറിയാൻ സാധിക്കും. ഇനി ഈ കഴിഞ്ഞ 1-2 മാസമായിട്ട് നടക്കുന്ന വാട്സപ്പ് ഹാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഇതുമായിട്ട് ലിങ്ക്ഡ് ആണത്. അതാണ് ഞാൻ ആദ്യം തന്നെ ഈ കാര്യം പറഞ്ഞത്. പണ്ട് നിങ്ങൾ ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഫോണിനകത്ത് ഇന്നും ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല നിങ്ങളുടെ ഫോണിൽ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ഉണ്ടെന്നുള്ളത്. അപ്പൊ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ വെച്ചിട്ട് ഒരു വാട്സപ്പ് രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന OTP മെസ്സേജ് ഈ ആപ്പ് ഡെവലപ്പർക്ക്, നിങ്ങളുടെ ഫോണിനകത്തുള്ള ഈ നിങ്ങളുടെ വിവരങ്ങൾ ചോർത്തുന്ന ഈ ആപ്പിന്റെ ഡെവലപ്പർക്ക് ലഭിക്കുകയും അവർ ആ OTP അവരുടെ കമ്പ്യൂട്ടറിൽ അടിക്കുമ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്ത് പോവുകയും ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇതാരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോൺ ആരെങ്കിലും മേടിച്ചിട്ട് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു 5-10 മിനിറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു തന്നുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ആ ഫോൺ റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഹാർഡ് റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ അടുത്തുള്ളവരാണെങ്കിൽ പോലും. ഇപ്പോൾ അച്ഛൻ അല്ലെങ്കിൽ അമ്മയൊക്കെ മക്കളുടെ ഫോണിൽ അവരെന്ത് ചെയ്യുന്നു അറിയാനായിട്ടൊക്കെ ഇത്തരത്തിലുള്ള സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്, കൺഫേം ആണ്. ഞാൻ അന്ന് ഒരു 6 വർഷം മുമ്പ് ഇതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ ഞാൻ വെബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു ബ്ലോഗിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ഇത് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു 6 വർഷം മുമ്പൊക്കെ. അപ്പൊ അതിന്റെയൊക്കെ ഭവിഷ്യത്ത് ഇപ്പോഴാണ് അനുഭവിച്ചു വരുന്നത് ആൾക്കാർ. അങ്ങനെയാണ് വാട്സപ്പ് ഒക്കെ ഹാക്ക് ചെയ്ത് പോകുന്നത്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ഫോണിലേക്ക് വാട്സപ്പ് വഴി നിങ്ങളുടെ സ്വന്തം തൊട്ടടുത്തുള്ള സുഹൃത്തായിട്ടുള്ള അല്ലെങ്കിൽ അയൽവാസിയായിട്ടുള്ള അല്ലെങ്കിൽ ബന്ധത്തിലുള്ള ഒരാളുടെ മെസ്സേജ് വരുന്നു, ഞാൻ ഒരു OTP അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതായത് ആ OTP മെസ്സേജ് ഉണ്ടാവും, അതിന് താഴെയായിട്ട് പറയുന്നുണ്ടാവും ഞാൻ ഒരു OTP അയച്ചിട്ടുണ്ട്, എനിക്കൊന്ന് പറഞ്ഞു തരുമോ, അബദ്ധത്തിൽ അയച്ചതാന്നുള്ളത്. അപ്പൊ ജസ്റ്റ് അറിയുന്ന ആൾക്കാരല്ലേ എന്ന രീതിയിൽ ഒന്നും വായിച്ചു നോക്കാതെ അങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേനും ഈ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തി അയച്ച OTP ആണ് അവരുടെ വാട്സപ്പ് ഹാക്ക് ചെയ്തിട്ട് നമ്മളത് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ വാട്സപ്പും ഹാക്ക് ആയി പോകും. അങ്ങനെ നമ്മുടെ വാട്സപ്പ് അവർ എടുക്കുമ്പോൾ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റും കാര്യങ്ങളും ചാറ്റും ഒക്കെ അതിനകത്ത് കിടക്കുമ്പോൾ സിമ്പിളായിട്ട് അവർക്ക് ചോദിക്കാം, ഇത്ര എമൗണ്ട് തരാമോ, ഞാൻ വൈകിട്ട് തിരിച്ചു തരാം അല്ലെങ്കിൽ നാളെ തിരിച്ചു തരാം എന്ന് പറയുമ്പം തീർച്ചയായിട്ടും നമ്മളെ അറിയുന്നൊരു വ്യക്തി, നമ്മളായിട്ട് നല്ല അറ്റാച്ച്മെന്റ് ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ ആ പൈസ അയച്ചു കൊടുക്കും. അത് അവർ പറയുന്ന അക്കൗണ്ടിലേക്ക്, ഈ ഹാക്ക് ചെയ്ത വ്യക്തി പറയുന്ന അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കും. ആ പൈസ പോവുകയും ചെയ്യും. ഇതാരും അറിയുന്നുണ്ടാവില്ല. ആ പൈസ അവിടെ ലഭിച്ചു കഴിഞ്ഞാൽ ഈ വാട്സപ്പ് നമ്പറും കാര്യങ്ങളും ഒക്കെ, ഈ ചാറ്റുകളും ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഈ ഹാക്കർ മുങ്ങുകയും ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തിലാണ് വാട്സപ്പ് ഹാക്കിംഗ് നടക്കുന്നത്. അതിന്റെ പുറകില് പണ്ട് സംഭവിച്ചിരിക്കുന്ന പല അബദ്ധങ്ങളുടെയും
ബാക്കി പത്രമാണ് ഇന്നത്തെ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഐഫോണൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊന്നും ഇത്തരത്തിലുള്ള ഹാക്കിംഗ് സംഭവിക്കില്ല. കോഡ് പറഞ്ഞു കൊടുത്താൽ സംഭവിക്കും, അല്ലാതെ ഒരിക്കലും ഈ വിവരങ്ങൾ ചോർത്തുന്ന ആപ്ലിക്കേഷനൊന്നും നമ്മുടെ ഐഫോണിലൊന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. ആൻഡ്രോയിഡിലാണ് കുറച്ചു കാലം മുൻപാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം കണ്ടിട്ട് ആൾക്കാർ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെയൊക്കെ ആ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വ്യക്തികളുടെയൊക്കെ സ്വകാര്യ നിമിഷങ്ങളൊക്കെ ഇന്ന് ഓൺലൈനിൽ ഉണ്ടാകും. ഞാൻ പറയുമ്പോൾ ആർക്കും വിഷമം തോന്നണ്ട, കാരണം ക്യാമറയൊക്കെ ഫുൾ ടൈം ആക്സസിബിൾ ആണ്, 24 hours. അവർക്ക് ഈ ഫോണൊക്കെ നമ്മൾ സാധാരണ ജസ്റ്റ് സ്ക്രീൻ ഒന്നും ഓൺ ആയിട്ടില്ലെങ്കിൽ പോലും അവരവിടുന്ന് ക്യാമറ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തവരോ അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തവർക്കോ ഇതിന്റെ പെർമിഷൻ അവിടെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ക്യാമറ, നിങ്ങളുടെ SMS, നിങ്ങളുടെ വാട്സപ്പ് മെസ്സേജുകൾ, നിങ്ങൾ ആരൊക്കെ വിളിച്ചു, അതിന്റെ റെക്കോർഡിങ്സ്, കാര്യങ്ങൾ എല്ലാം ചോർത്തി അങ്ങോട്ട് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ തെളിവ് സഹിതമുള്ളതാണ്. ഒരിക്കലും ഇതിന് ഈ ആപ്പിന്റെ ഒക്കെ ഡീറ്റെയിൽസ് സകലതും എനിക്കറിയാം, പക്ഷെ ഞാൻ പറയില്ല, കാരണം മറ്റൊരാൾ ഇതിൽ പെട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് ഇതൊക്കെ വെബിൽ നമ്മൾ ആ പോർട്ടൽ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ 2 ഫോൺ വെച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്തതാണ്. വെബിൽ ഈ പോർട്ടലിൽ കയറി ഇപ്പോഴല്ല കേട്ടോ, ഒരു 5 വർഷം മുമ്പ് നിങ്ങൾ ആലോചിക്കുക, അന്ന് മുതലേ ഈ സംഭവം ഉണ്ട്. അപ്പം ഞാൻ ഞെട്ടിപ്പോയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോണിന്റെ ഡിസ്പ്ലേ പോലും ഓൺ ആവാത്ത രീതിയിൽ നമുക്ക് ആ ക്യാമറ ദൃശ്യങ്ങൾ എടുക്കാൻ പറ്റും. അങ്ങനെ എത്ര പേരുടെ ദൃശ്യങ്ങൾ പുറത്തു പോയിട്ടുണ്ടാവും നിങ്ങളൊന്ന് ആലോചിക്കുക. എത്ര പേര് വീഡിയോ കോൾ ചെയ്തപ്പോൾ അങ്ങനെയുള്ള ദൃശ്യങ്ങൾ പുറത്തു പോയിട്ടുണ്ടാവും നിങ്ങൾ ചിന്തിക്കുക. അതുപോലെ തന്നെ ഇന്നും ഇത്തരത്തിലുള്ള ആപ്പുകൾ ഈ വിവരങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് എത്ര പേര് ഈ വീഡിയോ കണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടാവും നിങ്ങളൊന്ന് ചിന്തിക്കുക. അതിന്റെയൊക്കെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു ലക്ഷ്യം മുന്നിൽ കാണാതെ ഒരിക്കലും ഒരാൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് പുറത്തോട്ട് ഇറക്കില്ല. അവർക്ക് വ്യക്തമായ അഡ്രസ്സോ അല്ലെങ്കിൽ അവർക്ക് വ്യക്തമായ കമ്പനികളോ കാര്യങ്ങളോ ഇല്ല. അവർ ജസ്റ്റ് മറഞ്ഞിരുന്നു കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആപ്പുകൾ ഡെവലപ്പ് ചെയ്ത് പുറത്തിറക്കുന്നത്. അതും പ്ലേ സ്റ്റോർ വഴിയല്ല, അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ വഴിയല്ല, APK ഫയലായിട്ടാണ്. ഇവർ ഈ ജസ്റ്റ് അന്നത്തെ കാലത്തൊക്കെ ഒരു ആർട്ടിക്കിളോ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു കോണിൽ ഇരുന്നുകൊണ്ട് ഒരു ഹിഡൻ IP വെച്ചുകൊണ്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എടുത്ത് വായിച്ച് അതുപോലെ അത് നോക്കി വീഡിയോ ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. ഞാൻ അവരെ കുറ്റം പറയല്ല. അന്ന് ഇവർക്ക് ഇതിന്റെ ഭവിഷ്യത്തൊന്നും അറിയില്ലായിരിക്കാം. അന്ന് ഇതിനൊക്കെ വ്യൂസ് കൂടുതലായിരുന്നു. വാട്സപ്പ് എങ്ങനെ ഹാക്ക് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഹൗ ടു ഹാക്ക് വാട്സപ്പ് എന്നൊക്കെ അടിച്ച് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വരുന്ന റിസൾട്ടിലുള്ള വീഡിയോസ് ഒക്കെ എത്ര പേര് മില്യൺ കണക്കിന് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അന്നൊക്കെ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു, അന്നൊക്കെ ആവശ്യക്കാരുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് അന്ന് ഇത്തരത്തിലുള്ള ഒരുപാട് ഹാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട്. അതിന്റെ വ്യൂസ് ഇന്നും യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും അത്തരത്തിലുള്ള ഫയലുകളൊന്നും നിങ്ങൾ ഫോണിൽ ഇനി ഇൻസ്റ്റാൾ ചെയ്യരുത്. അങ്ങനെ ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണ് അടുത്തുള്ള കടയിൽ കൊണ്ടുപോയി നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഒന്ന് റീസെറ്റ് ചെയ്യുക. നിങ്ങൾക്കറിയും നിങ്ങൾ ചെയ്യുക, സെറ്റിംഗ്സിൽ പോവുക, റീസെറ്റ് അടിക്കുക, ഹാർഡ് റീസെറ്റ് ചെയ്യുക, ഫാക്ടറി റീസെറ്റ് ചെയ്യുക. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഡാറ്റാസ് എല്ലാം പോവും, കോണ്ടാക്ട്സ് എല്ലാം പോവും, ഹിസ്റ്ററി എല്ലാം പോവും, കോൾ ലോഗ് എല്ലാം പോവും, ഗാലറി എല്ലാം പോവും. വേണ്ടപ്പെട്ട ഡാറ്റാസ് നമ്മൾ എടുത്തു വെച്ച് സേവ് ചെയ്തതിന് ശേഷം മാത്രം ഫോൺ റീസെറ്റ് ചെയ്യുക. കോണ്ടാക്ട്സ് ഒക്കെ നമ്മൾ ഓൺലൈനിൽ ഗൂഗിൾ മെയിലിലേക്ക് മാറ്റിയതിന് ശേഷം, ഗൂഗിൾ കോണ്ടാക്ട്സിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രം റീസെറ്റ് ചെയ്യുക. എന്നിട്ട് അതേ മെയിൽ ID വെച്ചുകൊണ്ട് തന്നെ പിന്നെ ലോഗിൻ ചെയ്യുമ്പോൾ ആ കോണ്ടാക്ട് ലിസ്റ്റ് എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, നിങ്ങൾ പ്രായമായവരാണ് ഇത്തരത്തിലുള്ള ഇതിലൊക്കെ പെട്ടുപോവുക. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഇതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാരോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ ഷോപ്പിലോ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതേ ഉള്ളൂ ഇതിന് സൊല്യൂഷനായിട്ട് വരുന്നൊരു കാര്യം. അല്ലാതെ ഇപ്പോൾ ഉള്ള കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്പ്രെഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങൾ വാട്സപ്പ് യൂസ് ചെയ്തോ, വാട്സപ്പിൽ പ്രശ്നമൊന്നുമില്ല. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ വാട്സപ്പ് ഒക്കെ ഹാക്കായി പോവുക. ആ പേടി നിങ്ങൾ പേടിക്കണ്ട. പിന്നെ നിങ്ങളുടെ ഫോണിലേക്ക് ചുമ്മാ വാട്സപ്പിന്റെ OTP ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ ഫോണൊന്ന് റീസെറ്റ് ചെയ്യുക. എന്നിട്ട് പുതുതായിട്ട് വാട്സപ്പ് ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് വാട്സപ്പിനകത്ത് തന്നെ സെറ്റിംഗ്സിനകത്ത് പോയിട്ട് എവിടെയൊക്കെ ഈ വാട്സപ്പ് ലോഗിൻ ആയി കിടക്കുന്നുണ്ട് നോക്കിയിട്ട് അതെല്ലാം ലോഗ് ഔട്ട് ചെയ്ത് കളയുക. ഇതൊക്കെയാണ് സേഫ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നമ്മുടെ ഫോണിനകത്ത് എവിടെയൊക്കെ നമ്മുടെ വാട്സപ്പ് ലോഗിൻ ആയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ചെയ്ത് എല്ലാവരും ഈ സൈബർ സേഫ്റ്റി എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് ചെറുതായിട്ടൊരു ധാരണയെങ്കിലും ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കണ്ണി കണ്ട് വരുന്നതായിട്ടുള്ള പോസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കരുത്. അതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവരുണ്ട്, അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക. അല്ലാതെ വാട്സപ്പ് എന്താണെന്ന് പോലും അറിയാത്ത കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലൊക്കെ ഒരുപാട് ടെക്സ്റ്റുകളൊക്കെ അടിച്ച് എഴുതി ഗ്രൂപ്പിലേക്ക് ഇട്ട് വിടുന്നുണ്ട്. നിങ്ങൾ അവർക്ക് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പ് ചിലപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ടി വരും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. പേടിക്കാതിരിക്കുക, ഭയപ്പെടാതിരിക്കുക. ഞാൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ അന്യ ഫോണിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ട ആൾക്കാരുടെ ഫോണിലൊന്നും എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും നിൽക്കണ്ട. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് പണിയായിട്ട് വരും, അവർക്കും അത് പണിയായിട്ട് വരും.
അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അത് മറ്റുള്ളവരൊക്കെ എത്തിക്കോളും. അതുപോലെ തന്നെ ഷെയർ ചെയ്തേക്കുക. മറ്റൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.